ചിത്രമൽഹാർ റൗണ്ടിലേക്ക് എത്തുന്നു മോഹസിൻ. ചിത്രമൽഹാർ റൗണ്ടാണ്. സിനിമാ പാട്ടിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. സിനിമാ പാട്ടൊക്കെ ഇഷ്ടമാണോ? ഓ തീർച്ചയായിട്ടും. ഏത് സിനിമ സ്റ്റാറിനെയാണ് ഏറ്റവും ഇഷ്ടം? ബോളിവുഡിലെ സിനിമ സ്റ്റാറിലാണ്. എനിക്ക് ബോളിവുഡിലെ സ്റ്റാർസിനെയൊക്കെ ഇഷ്ടമുള്ളൂ. ശരി, കുഴപ്പമില്ല. മലയാളികളെ ആരെയും വിഷമിപ്പിച്ചില്ല. നമ്മൾ നേരെ ബോളിവുഡിലേക്ക് പോയി. മോഹസിന് ആക്ച്വലി ഒരു ബോളിവുഡ് നടനാകാനുള്ള ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. താങ്ക് യു. എന്താണെങ്കിലും പാട്ട് പാടാനായിട്ടുള്ള കോംപ്ലിമെന്റ് ഞാൻ തന്നിട്ടുണ്ട്. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ദൈവനാമത്തിൽ എന്ന ഫിലിമില് ഞാലിയലിക്കത്തിട്ട് എന്നുള്ളൊരു സോങ്. ആഹാ, നല്ല പാട്ടാണ്, തകർക്കാൻ പറ്റിയ പാട്ടാണ്. ഓൾ ദി ബെസ്റ്റ്. ഞാലിയലിക്കത്തിട്ട് 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 കസവിന്റെ തട്ടവുമിട്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. ആ നോക്കിടുന്നൊരു പെണ്ണുണ്ട്. ഞാലിയലിക്കത്തിട്ട് 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 കസവിന്റെ തട്ടവുമിട്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. ആ നോക്കിടുന്നൊരു പെണ്ണുണ്ട്. പെണ്ണെ നീ പോരുമോയൻ കൽവെന്ന കൊട്ടാരത്തില്. പെണ്ണെ നീ പോരുമോയൻ കൽവെന്ന കൊട്ടാരത്തില്. പട്ടുകൂടയും ചൂടി പോരുമോ നീ? പട്ടുകൂടയും ചൂടി പോരുമോ നീ? ഞാലിയലിക്കത്തിട്ട് 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 കസവിന്റെ തട്ടവുമിട്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. ആ നോക്കിടുന്നൊരു പെണ്ണുണ്ട്. കണ്ണോട് കണ്ണു ചേർന്ന് കുശലം പറയും നേരം. കണ്ണോട് കണ്ണ് ചേർന്ന് കുശലം പറയും നേരം. ചെമ്പനീർ ചുണ്ടുകൾ വിരിയുന്നല്ലോ നിന്നെ. ചെമ്പനീർ ചുണ്ടുകൾ വിരിയുന്നല്ലോ. ഞാലിയലിക്കത്തിട്ട് 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 കസവിന്റെ തട്ടവുമിട്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. ആ നോക്കിടുന്നൊരു പെണ്ണുണ്ട്. കണ്ണാടി വളയിട്ട പുന്നാര കൈകളിൽ. കണ്ണാടി വളയിട്ട പുന്നാര കൈകളിൽ. മൈലാഞ്ചി ചുവപ്പുകൾ കാണുന്നല്ലോ. നല്ല മൈലാഞ്ചി ചുവപ്പുകൾ കാണുന്നല്ലോ. ഞാലിയലിക്കത്തിട്ട് 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 കസവിന്റെ തട്ടവുമിട്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. വിരിയുടെ മറവിൽ
തട്ടവുമിട്ട് കസവിന്റെ തട്ടവുമിട്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. ആ നോക്കിടുന്നൊരു പെണ്ണുണ്ട്. മോസിനെ, ഞാൻ മോസിന്റെ ഒരു ഫാനായി. എസ്പെഷ്യലി മോസിന്റെ ഡാൻസിന്റെ എന്ത് സ്റ്റൈലിഷ് പെർഫോമൻസ് ആണെന്നറിയോ? യെസ്. പിന്നെ കൂടെ ഡാൻസ് കളിച്ചൊരു ഡാൻസോട് ഡാൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതൊന്നുമല്ല. ആ ഞാലിയലിക്കത്തിട്ട പെണ്ണുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാനായിരുന്നു ഫുൾ മാർക്ക് തന്നേന്. ജഡ്ജസിന് ഞാൻ ടിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജഡ്ജസ് എന്താണ് പറയുന്നത്, എത്ര മാർക്സ് തരും എന്ന് നമുക്ക് നോക്കാം. അബൂട്ടി മാഷേ, നന്നായി പാടി മോൻ. താങ്ക് യു സാർ. എനിക്ക് വളരെ ഇഷ്ടമായി പാടിയത്. ഒരു സ്ഥലത്ത് ഞാൻ എഴുതി വെച്ചിട്ടില്ല. പക്ഷേ പിന്നെ പെണ്ണെ നീ എല്ലാം പാട്ട് കൂടി ചൂടി പോരുമോ നീ പറഞ്ഞിട്ട് പിന്നെ ഞാലിയലിക്കത്ത് പാടില്ലേ, അവിടെ മാത്രം ഞാലിയലിക്കത്തിട്ട് ഒരു ചെറിയൊരു പിച്ച് പ്രശ്നം വന്ന് അത് മോസിന് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും നന്നായിട്ട് പാടി. താങ്ക് യു സാർ. താങ്ക് യു. ഇത് ഒറിജിനൽ പാടിയ മധുബാലകൃഷ്ണനാണ് അത് പാടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പാടിയ പാട്ട്. ഇത് ശരിക്കും പാടിയിട്ട് ജനങ്ങളെ അറിയിച്ചത് ഫേമസ് ആക്കിയ പീർ മുഹമ്മദ് എന്ന പാട്ടുകാരൻ. എം കുഞ്ഞുമൂസ അതിലും മുന്നേ കുഞ്ഞുമൂസയിലെടുത്ത് പാടിയിട്ടുണ്ട്. എം കുഞ്ഞുമൂസ എന്ന് പറഞ്ഞ മ്യൂസിക് നല്ല പാട്ടുകാരൻ. കളിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടുകാരൻ എം കുഞ്ഞുമൂസ. നമ്മളെല്ലാം അവിടുത്തെ പാട്ട് പാടി പഠിച്ചതും ആൾക്കാർ ആയതുമെല്ലാം എം കുഞ്ഞുമൂസൻ്റെ ശിക്ഷണത്തിലാണ്. ഞാൻ ഒരു 15 വയസ്സ് ഉള്ള സമയത്തല്ലേ ഈ പാട്ട് പാടി നടക്കുന്ന ഒരാളാണ്. പ്രായം കൊണ്ട് കണക്കൂട്ടുമ്പം ഇത് അയാളെ കുറ്റം പറയല്ല, അതാരോ ഇത് സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ബാക്കി എന്നുള്ളത് എനിക്ക് ഇന്ന് പറയാണ്ട് നിവൃത്തിയില്ല. എന്ന് വെച്ചാൽ ഈ പാട്ടിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞത്. താങ്ക് യു മൂസക്ക. മൊഹസിൻ നല്ലൊരു സോങ് ആണ് സെലക്ട് ചെയ്തത്. എല്ലാവർക്കും വളരെ ഫേമസ് ആയിട്ടുള്ള സോങ്. പല സ്റ്റേജുകളിലും പല സിംഗേഴ്സും പാടി കേട്ടിട്ടുണ്ട്. ഞാൻ കൂടുതലും ഞാൻ കേട്ടിരിക്കുന്ന അഫ്സൽ ഖാൻ്റെ ബ്രദർ ഉണ്ടല്ലോ, അൻസാർക്ക് പാടിയിട്ട് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ഒരുവിധം എല്ലാവരും നന്നായിട്ട് പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ് അല്ലേ ഇത്. മുഹസിനും നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ ഈ പാട്ട് മൂസക്ക പറഞ്ഞ പോലെ തന്നെ പണ്ടേ വളരെ ഫേമസ് ആയിട്ടുള്ള സോങ്. പിന്നീട് ഫിലിമിൽ മധുബാലകൃഷ്ണൻ എടുത്ത് പാടി. പിന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു ഈ പാട്ടിൽ കോറസ് ശ്യാംലാൽ, ഷജീർ ആൻഡ് ഷിഹാബ്. മൂന്നാളും ഒരാൾ നിന്ന് പാടുന്ന പോലെ ഉണ്ടായിരുന്നു. അത്രക്കും സൂപ്പർ ആയിട്ട് അങ്ങനെയാണ് കോറസ് വേണ്ടത് കേട്ടോ. നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. മാത്രമല്ല ഭയങ്കര പെർഫോമൻസ് തന്നെ. ഷജീറിൻ്റെ ഒക്കെ എന്താണ് എനിക്ക് തോന്നുന്നത്, എല്ലാ മെയിൽ സിംഗേഴ്സും ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് കേട്ടോ മാപ്പിളപ്പാട്ടിലൊക്കെ പെർഫോം ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് പട്ടുമാലിൽ വന്നതിന് ശേഷമാണ് പല റിയാലിറ്റി ഷോയിലും വെച്ചിട്ട് ഈ ഷോയിൽ കാണുമ്പോൾ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് എല്ലാവരും പെർഫോം ചെയ്യുന്നത്. പെൺകുട്ടികളൊന്നും വിട്ടുകൊടുക്കരുത് കേട്ടോ. നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് നിങ്ങളും പെർഫോം ചെയ്യണം. പിന്നെ തുടക്കത്തിൻ്റെ ഒരു പ്രശ്നം എന്നതുപോലെ തന്നെ ആ ഞാലിയലിക്കത്തിൻ്റെ തുടക്കം ചെറിയൊരു മനസ്സിലായിട്ടുണ്ടാവല്ലോ. പിന്നെ ലാസ്റ്റ് പല്ലവിയും ചെറിയൊരു ഷിവറിങ് ഉണ്ടായിരുന്നു. പാടി ലാസ്റ്റ് എന്താണ് ആരെ നോക്കിയിട്ടാണ് പാടിയത്? നിനക്ക് അങ്ങനെ തന്നെ വേണം, ഇങ്ങോട്ടൊന്നും നോക്കി പാടാൻ തോന്നിയില്ലല്ലോ. ഞാനിവിടെ അലിക്കൊക്കെ ഇട്ട്, അയ്യോ അലിക്ക് അവിടെ ഇട്ടിട്ടുണ്ട്. മാർക്ക് തരുന്ന അവിടെ നിന്നല്ലേ. എന്തായാലും പാടിയതിന് ഞാൻ അടുത്ത പ്രാവശ്യം ആണോ എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് മാർക്കൊന്നും കൂട്ടി തരില്ല. പാടിയതിന് മാത്രമേ തരുള്ളൂ. നന്നായി പാടി മോസി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജിലത. ഇനി മോസിന്റെ മാർക്സിലേക്ക് പോവാം. അബൂട്ടി മാഷേ, 40ൽ 36.5 മാർക്ക്. മൂസക്ക 40ൽ 35.5 മാർക്ക്. താങ്ക് യു സർ. സജിലത 17.5.
പ്രസന്റ് ടോട്ടൽ മാർക്സ് 89.5 ഔട്ട് ഓഫ് 100. ഇനി ഞാനൊരു ഗിഫ്റ്റും കൂടെ തരും. ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് H2O Casual Shop.